أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لا حول ولا قوة إلا بالله العلي العظيم. സൂറത്തുൽ മുൽക്കിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നിർത്തിയിരുന്നത് 13 ആയത്തുകൾ എടുത്തായിരുന്നു. ഇനി നമുക്ക് എടുക്കാനുള്ളത് 14-ാമത്തെ ആയത്താണ്. അല യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ എന്നുള്ളത്. ഇത് തൊട്ട് മുമ്പുള്ള ആയത്തുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. വ അസിറു ഖൗലക്കും അവിജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ എന്നുള്ള ആയത്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് എടുത്തത്. വ അസിറു ഖൗലക്കും, നിങ്ങളുടെ വാക്കിന് നിങ്ങൾ രഹസ്യമാക്കി പറയുക. അബിജഹറു, അല്ലെങ്കിൽ ഉച്ചത്തിൽ പറയുക. എങ്ങനെ പറഞ്ഞാലും ഇന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു തആല അലീമുൻ, അറിയുന്നവനാകുന്നു, ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത്. അപ്പൊ ഹൃദയങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് നിങ്ങൾ രഹസ്യമായി പറഞ്ഞാലും ശബ്ദമുയർത്തി പറഞ്ഞാലും അള്ളാഹു അറിയും എന്ന് കഴിഞ്ഞ ആയത്ത് പറഞ്ഞു. അതിന്റെ ബാക്കി ഒരു ചോദ്യമാണ്, അലാ യഅലമു, അറിയുകയില്ലേ, മൻ ഖലഖ, സൃഷ്ടിച്ചതിനെ. അള്ളാഹുവിന്, അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളെ അറിയൂലേ എന്നാണ് ചോദിക്കുക. ഏതല്ലാഹു? വഹുവൽ ലത്തീഫു, അവൻ എല്ലാം അറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെയും അറിയുന്നവനാകുന്നു. അൽ ഖബീറു, എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങളെയും അറിയുന്നവനാണ്. അപ്പൊ എല്ലാം അറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെയും സൂക്ഷ്മമായ കാര്യങ്ങളെയും അറിയുന്ന അള്ളാഹുവിന് അവൻ സൃഷ്ടിച്ച കാര്യങ്ങൾ അറിയൂലേ എന്നുള്ളതാണ്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. നമുക്ക് അള്ളാഹു ജന്മം നൽകി. ആ ജന്മം നൽകിയപ്പോൾ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കണ്ണുകൊണ്ട് കാണാൻ കണ്ണ് നൽകി, കേൾക്കാൻ ചെവി നൽകി. ഈ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് എത്തുന്നതും അത് വെച്ച് നമ്മൾ ചിന്തിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മളെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടി വരുന്ന കാര്യങ്ങളെ അള്ളാഹു അറിയും. അപ്പൊ ചോദിക്കാൻ, അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചതിനെ അള്ളാഹു അറിയൂലേ എന്നുള്ളത്. അവിടെ വ്യാഖ്യാനം കൊടുക്കണം, മാ തുസിറൂന, നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന അള്ളാഹു സൃഷ്ടിച്ചതിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ അറിയില്ലേ എന്നുള്ളത്. മൻ ഖലഖ, സൃഷ്ടിച്ചതിനെ അറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിച്ച ആളുകൾ, ഭൂമി, ആകാശം, ആ ഭൂമിയിൽ തന്നെ ഓരോ ജീവജാലങ്ങൾ, അതിൽ ഓരോ മനുഷ്യന് ഓരോന്നും അള്ളാഹുവിനെ അറിയും. ഇവർ പ്രത്യേകിച്ച് കഴിഞ്ഞ ആയത്തിൽ ചോദിച്ചത് വാസിറു, നിങ്ങൾ രഹസ്യമായി പറയുക, അവിജുറു, അല്ലെങ്കിൽ പരസ്യമായി പറയുക. രണ്ടാലും അള്ളാഹുവിനെ അറിയും. അലാ യഅലമു, അള്ളാഹു അറിയുകയില്ലേ, മൻ ഖലഖ, അള്ളാഹു സൃഷ്ടിച്ചതിനെ. മാ തുസിറൂന, നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന ഒന്നിനെ അള്ളാഹു അറിയില്ലേ. അതായത് ബിദാലിക, അതുകൊണ്ടുള്ള അറിവ് ഇല്ലാതെയായി പോകുമോ, അള്ളാഹുവിനെ ലഭിക്കാതെ പോകുമോ? ഒരു കാര്യം നാം രഹസ്യമായി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിന്റെ വിവരം അള്ളാഹുവിന് ലഭിക്കാതെ പോകുമോ എന്നുള്ളത്. വഹുവൽ ലത്തീഫു, അള്ളാഹു ലത്തീഫ് ആകുന്നു, ഫി ഇൽമിഹി, അറിവിൽ ലത്തീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനാണ്. അൽ ഖബീറു, സൂക്ഷ്മമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനാണ്. ഒരു വിഷയത്തിൽ അതിസൂക്ഷ്മമായ കാര്യങ്ങളെ അറിയുന്നവനാണ് ഖബീർ എന്ന് പറയാറുള്ളത്. അപ്പൊ അള്ളാഹു ഖബീറാണ്, എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങൾ അറിയും. അള്ളാഹു ഇൽമിൽ ലത്തീഫാണ്, എല്ലാം അറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെയും അറിയും. അങ്ങനത്തെ അള്ളാഹുവിനെ, ആ അള്ളാഹു സൃഷ്ടിച്ച ഒരു കാര്യത്തെ അറിയാതെ പോകുമോ? ആ സൃഷ്ടിച്ച കാര്യങ്ങളിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നുണ്ടെങ്കിൽ അതറിയാതെ പോകുമോ? അതുണ്ടാവില്ല എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു സിമ്പിൾ കാര്യങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ ഈ അറിവിനെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കി തരാണ്. ഈ ആയത്ത് ശരിക്ക് അള്ളാഹുവിൻ്റെ ഇൽമ്, അള്ളാഹുവിൻ്റെ അറിവ് എന്നുള്ളത് നമ്മളെ പൂർണ്ണമായിട്ട് വലയം ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നതാണ് എന്നറിയിക്കുന്നുണ്ട്. കാരണം നമുക്കൊക്കെ അറിയാം, നാം ഒരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു മെഷീനറീസ്, ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു വാച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ, സിമ്പിളായിരിക്കണ ഒരു വാച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പാർട്സുകളാണുള്ളത്? ഡയൽ ഉണ്ടാകും, സൂചി ഉണ്ടാകും, അതിൻ്റെ ഉള്ളിൽ അത് സൂചി വർക്ക് ചെയ്യിപ്പിക്കുന്ന മെഷീന് ബാക്കിൽ ഉണ്ടാകും, അതിന് ചാർജ് കൊടുക്കുന്ന ബാറ്ററി ഉണ്ടാകും, എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അറിയും.
ഇത് ഉണ്ടാക്കി ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ് ഞാൻ എണ്ണി പറഞ്ഞത്. ആ മെഷീൻ ഉണ്ടാകുന്ന ഒറ്റ വാക്കിൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചിപ്പ് ഉണ്ടാകും, ബോർഡ് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ പറ്റും. കാരണം അത് ഉണ്ടാക്കിയവന് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും അറിയാം. അപ്പോൾ വാച്ചിൽ നമ്മൾ ബാറ്ററി ഇടണു ഓടണു എന്നേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷീനറീസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പാർട്സുകളാണുള്ളത് എന്നുള്ളതും ഓരോ പാർട്സിൻ്റെയും റോൾ എന്താണ് എന്നുള്ളതും അത് അങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നും അറിയും. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ആ വാച്ച് ഉണ്ടാക്കിയവന് വാച്ചിനെ കുറിച്ച് അറിയെങ്കിൽ, മൊബൈൽ ഉണ്ടാക്കിയവന് മൊബൈലിനെ കുറിച്ച് അറിയെങ്കിൽ, ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് നമ്മളത് രഹസ്യമായി ചെയ്താലും പരസ്യമായി ചെയ്താലും ഉച്ചത്തിൽ പറഞ്ഞാലും രഹസ്യമായി പറഞ്ഞാലും ഇതൊക്കെ അറിയാൻ സാധിക്കൂലേ? അലാ യഅലമു മൻ ഖലഖ, അലാ യഅലമു, അള്ളാഹു അറിയില്ലേ മൻ ഖലഖ, അവൻ സൃഷ്ടിച്ചത്. ആ കൂട്ടത്തിൽ മാ തുസിറൂന, നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നത് അള്ളാഹുവിനെ അറിയില്ലേ? ഐ അയൻതഫി ഇൽമുഹു ബിദാലിക്, അതുകൊണ്ടുള്ള അറിവ് അള്ളാഹുവിന് ഇല്ലാതെ പോകുമോ എന്നൊരു ചോദ്യമാണ്. അതില്ല. അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ എല്ലാ അവസ്ഥകളും അള്ളാഹുവിനറിയും. അപ്പൊ നിങ്ങൾ രഹസ്യമായി പറഞ്ഞാലും അള്ളാഹുവിനറിയും, പരസ്യമായി പറഞ്ഞാലും അറിയും. അതാണ് കഴിഞ്ഞ ആയത്ത് അസിറു ഖൗലക്കും അവിജ്ഹറൂ ബിഹി, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ രഹസ്യമായി പറയുക അല്ലെങ്കിൽ പരസ്യമായി പറയുക. ഹുവ ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അലായാലമു, അറിയുകയില്ലേ മൻ ഖലഖ, സൃഷ്ടിച്ചതിനെ. ഐ മാ തുസിറൂന, നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതിന് അള്ളാഹു അറിയില്ലേ? അതായത് അയ്യൻ തഫി ഇൽമുഹു ബിദാലിക, അതുകൊണ്ടുള്ള അറിവ് ഇല്ലാതെ പോകുമോ, അള്ളാഹുവിന് ലഭിക്കാതെ പോകുമോ? ഏതവസ്ഥയിൽ? വഹുവൽ ലത്തീഫു, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ലത്തീഫ് ലുത്തുഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്, പിന്നെ സൗമ്യത എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ ലത്തീഫ് ഫി ഇൽമിഹി, അള്ളാഹുവിൻ്റെ ഇൽമിൽ അള്ളാഹു ലത്തീഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽമിലേക്ക് ചേർത്ത് പറയുന്ന സമയത്ത് അവിടെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, അൽ ആലിമു ബി ഖബായൽ ഉമൂർ, മറഞ്ഞു കിടക്കുന്ന എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങളെ രഹസ്യമായ കാര്യങ്ങളെയും അറിയുന്നവനാണ്. ഏ, എല്ലാ മറഞ്ഞു കിടക്കുന്ന രഹസ്യമായ കാര്യങ്ങളെയും അറിയുന്നവനാണ്. അൽ ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ കാര്യങ്ങളെ ഓരോ ഒരാളൊരു വിഷയത്തിൽ ഒരാളൊരു വിഷയത്തിൽ ഖബീറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പാർട്സുകളെ കുറിച്ചും അതിൻ്റെ ജുസ്ഇയാത്ത് എല്ലാം അറിയുന്നവനാണ് എന്നാണ്. അപ്പോൾ അള്ളാഹു ഇൽമിൽ ലത്തീഫും ഖബീറുമായിരിക്കെ സൂക്ഷ്മമായതും മറഞ്ഞു കിടക്കുന്നതുമായ എല്ലാം അറിയുന്നവനായിരിക്കെ ആ അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളെ അള്ളാഹുവിനെ അറിയില്ലേ? അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അറിയാതെ പോവുമോ? അല്ലെങ്കിൽ ഉച്ചത്തിൽ പറഞ്ഞത് കൊണ്ട് മാത്രം അറിയുക എന്നുണ്ടാവില്ല. അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു എന്നുള്ളത്. നമ്മളെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാണുന്നതും നമുക്ക് കാണാൻ വേണ്ടി കണ്ണ് നൽകിയിട്ടുണ്ടെങ്കിൽ, കേൾക്കാൻ വേണ്ടി ചെവി നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ ഇത് ഓരോന്നും ചെയ്യുന്ന കാര്യങ്ങളും അത് നമ്മുടെ ഹൃദയത്തിലെത്തിയിട്ട് എന്തൊക്കെ ചിന്തകളാണ് ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതും നമ്മളുടെ ഹൃദയത്തിൽ എന്ത് എന്നുള്ളതൊക്കെ അള്ളാഹു അറിയുന്നവനാകുന്നു. അപ്പോൾ നല്ലൊരു ചോദ്യത്തിലൂടെ അള്ളാഹു സൃഷ്ടിച്ചതിന് അള്ളാഹുവിനെ അറിയില്ലേ എന്നുള്ളൊരു ചോദ്യത്തിലൂടെ സൃഷ്ടാവായ അള്ളാഹുവിന് നിങ്ങളെ പരിപൂർണമായിട്ട് അറിയും എന്നുള്ളത് പറയാം. അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന അസ്മാകളുടെ പേരിൽ അൽ അലീം എന്നുള്ളത് വെച്ചിട്ടുണ്ട്. അലീം എന്ന് പറഞ്ഞപ്പോൾ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ആ അസ്മാഉൽ ഹുസ്നയുടെ കൂട്ടത്തിൽ തന്നെ ഖബീർ എന്നുണ്ട്. എല്ലാ പിന്നെ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് എന്നുള്ളത്. അങ്ങനെ എല്ലാം മറഞ്ഞു കിടക്കുന്നവനും അറിയുന്നതാണ്. ഇതുപോലത്തെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട്. ഇവിടെ ഇപ്പോൾ ചോദിക്കാണ്, അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചതിനെ കുറിച്ച് അള്ളാഹുവിനെ അറിയില്ലേ? വഹുവൽ ലത്തീഫു, അള്ളാഹു എല്ലാ മറഞ്ഞു കിടക്കുന്നതും അറിയുന്നവനാണ്. അൽ ഖബീറു, എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങളെയും അറിയുന്നവനാകുന്നു. ഇനി അടുത്തത്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവല്ലദീ, ആ അല്ലാഹു ആകുന്നു, ജഅല ലക്കും, നിങ്ങൾക്ക് ആക്കി തന്നവൻ, അൽ അർള, ഭൂമിയെ, ദലൂലൻ, എളുപ്പമാക്കി തന്നവൻ. നോക്കുക, സഹലത്തൻ ലിൽ മഷീ ഫീഹ എന്നാണ് അവിടെ ജലാലിനി കൊടുത്തിട്ടുള്ളത്.
അതുകൊണ്ട് ഫംഷു ഫി മനാക്കിബി, അതിന്റെ ഭാഗങ്ങളിലൂടെ നിങ്ങൾ നടന്നോളി. വഖുലൂ മിൻ റിസ്ഖിഹി, അള്ളാഹു നൽകിയ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി. ഇലൈഹിൻ നുശുറ, അള്ളാഹുവിലേക്കാകുന്നു നിങ്ങളുടെ പുനർജീവി മടക്കം വരുന്നത് എന്നുള്ളത്. ഉയർത്തെഴുന്നേൽപ്പ് വരുന്നത് അള്ളാഹുവിലേക്കാകുന്നു. നുഷൂർ എന്ന് പറഞ്ഞാൽ മടക്കം അള്ളാഹുലേക്കാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനർജീവിതം, ജീവിതം തിരിച്ചു കിട്ടിയിട്ട് അള്ളാഹുലേക്കാണ് മടങ്ങി പോകാനുള്ളത്. ഉയർത്തെഴുന്നേൽപ്പ് അള്ളാഹുലേക്കാകുന്നു എന്ന് അവിടെ വ്യാഖ്യാനം. ഹുവല്ലദി ജഅല ലക്കുമുൽ അർള ദലൂലൻ, ഹുവല്ലദി ആ അള്ളാഹു ആകുന്നു, ഹുവർണ അവൻ, അല്ലദി ഒരുത്തനാണ്, ആ അള്ളാഹു ആകുന്നു, ജഅല ലക്കും നിങ്ങൾക്ക് ആക്കി തന്നിരിക്കുന്നു, അൽ അർള ഈ ഭൂമിയെ, ദലൂലൻ ദലൂലാക്കി തന്നിട്ടുണ്ട്. ദലൂല് എന്നുള്ള വ്യാഖ്യാനം സഹിലത്തൻ എളുപ്പമായത്, ലിൽ മഷി ഫിഹ അതിൽ നടക്കാൻ എന്നുള്ളത്. തഫ്സീർ ജലാലൈനി എപ്പോഴും ചെറിയ തോതിൽ കുറഞ്ഞ വ്യാഖ്യാനങ്ങളെ കൊടുക്കാറുള്ളൂ. ഇപ്പം ഈ സഹിലത്ത് എന്ന് പറഞ്ഞാൽ എളുപ്പമായത് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഭൂമിയെ ഏത് കാര്യത്തിന് ഉപയോഗിക്കുന്നോ അതിനൊക്കെ പറ്റുന്ന രീതിയിൽ അള്ളാഹു തന്നിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്പ്പെടുത്തി തന്നു എന്നാണ്. ദലൂലാക്കി തന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്താവശ്യമാണോ ഭൂമുഖത്തുള്ളത്, ആ ഭൂമിയുടെ മുകളിൽ ചെയ്യാനുള്ളത്, അതിന് പറ്റുന്ന രീതിയിൽ അള്ളാഹു ആക്കി തന്നിട്ടുണ്ട്. അപ്പോ നടന്നു പോകൽ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുക എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നടന്നു പോകാൻ ആ ഭൂമി പാകമാണ്. ഒട്ടകങ്ങൾക്ക് നടന്നു പോകാൻ അത് പാകമാണ്. റോഡുകൾ കണ്ടുപിടിച്ച സമയത്ത് വണ്ടികൾ ഓടിച്ചു പോകാൻ ആ ഭൂമി പാകമാണ്. ഇനി കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് വീടുകൾ നിർമ്മിക്കാനും കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും പാകമാണ്. ഇന്നിപ്പോൾ വലിയ വലിയ ഒരുപാട് നിലകളുള്ള വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന കാലമാകുമ്പോൾ അതിനും ആ ഭൂമി പാകമാണ്. ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ ഭൂമി തുറന്നുകൊണ്ട് പിന്നെ തുരങ്കങ്ങളും പിന്നെ മറ്റും ഉണ്ടാക്കുന്ന സമയത്ത് അതിനും ആ ഭൂമി പാകമാണ്. അപ്പോൾ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വിധേയപ്പെടുത്താവുന്ന രീതിയിൽ, ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ വിധേയപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സഹിലത്തല്ലിൽ മഷീഫ് ഇഹാർ എന്ന് കഴിഞ്ഞാൽ അതെല്ലാം വിധേയമാക്കി തന്നു എന്നാണ്. സഹിലത്തൻ എളുപ്പമുള്ളതാക്കി തന്നു, ലിൽ മഷീഫി അതിലൂടെ നടക്കാൻ. അതിൽ കൃഷി ചെയ്യേണ്ടവർക്ക് കൃഷി ചെയ്യാനുള്ള ഭാഗങ്ങൾ ആ ഭൂമിയിലുണ്ട്, നടക്കേണ്ടവർക്കുണ്ട്, പിന്നെ കെട്ടിടങ്ങൾ ഉണ്ടാക്കവർക്കുണ്ട്. എന്തിനാണോ ഭൂമി നമ്മൾ ഉപയോഗിക്കുന്നത് അതിനൊക്കെ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, അല്ലെങ്കിൽ വിധേയമാക്കി തന്നു എന്നാണ് ദലൂൽ എന്നർത്ഥം. അതുകൊണ്ട് ശരിക്കും മഷീൻ നിന്ന് അവിടുത്തെ പ്രത്യേകം തഫ്സീർ ജലാലീൻ എടുത്ത് പറയാൻ കാരണമായി കഴിഞ്ഞിട്ട് പറയുന്നത് ഫംഷു നിങ്ങൾ നടന്നോളി എന്നാണ്. അപ്പോ അതിന് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഫംഷു ഫി മനാക്കി ബിഹ, അതിന്റെ ഭാഗങ്ങളിലൂടെ നിങ്ങൾ നടന്നോളി എന്ന. മനാക്കിബ് എന്നുള്ളതിന് അവിടെ ജലാലിന് വ്യാഖ്യാനം കൊടുത്തുള്ളത് ജവാനിബ് എന്ന. ജമ്പ് ജവാനിബ് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗങ്ങൾ എന്നാ. ആ ഭൂമിയുടെ ഭാഗങ്ങളിലൂടെ നിങ്ങൾ നടന്നോളൂ എന്നാണ്. ശരിക്കും മൻകിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമല് എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ജവാനിബ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഭാഗങ്ങൾ, ആ ഭൂമിയുടെ ഏത് ഭാഗങ്ങളിലൂടെയാണോ നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത് അതിലൂടെ നടന്ന് സഞ്ചരിച്ചോളൂ. വകുലു മിൻ റിസ്ഖി, അള്ളാഹു നൽകിയ റിസ്ഖിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. അക്കല എന്നുള്ളതിൽ നിന്ന് കുലു, നിങ്ങൾ ഭക്ഷണം കഴിക്കുക. മിൻ റിസ്ഖി, അള്ളാഹു നൽകിയ റിസ്ഖിൽ നിന്ന്. ഐ അൽ മഖ്ലൂഖി ലി അജലിക്കും, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ഭക്ഷണം. ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്ത് ഓരോ സീസണിലും അള്ളാഹു ആ സീസണിലെ ഫലങ്ങളും പഴങ്ങളും പിന്നെ ധാന്യങ്ങളും മുളപ്പിച്ചുകൊണ്ട് പാകമാക്കി നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. അതൊക്കെ അള്ളാഹു നൽകുന്നതാണ്, അത് നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ കുലു മിൻ റിസ്ഖി, അള്ളാഹു നൽകിയ റിസ്ക്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചോളി. അപ്പോൾ ജഅല ലക്കുമുൽ അർള, ഭൂമിയെ നിങ്ങൾക്കാക്കി തന്നിരിക്കുന്നു, ദലൂലൻ വിധേയപ്പെട്ടതാക്കി തന്നിട്ടുണ്ട്, സഹിലത്തൻ ലിൽ മഷീഫിഹ നടക്കാൻ സിമ്പിളാക്കി എളുപ്പമാക്കിയതാക്കി തന്നിട്ടുണ്ട്. ഫംഷുഫി മനാക്കിബിഹ അതിന്റെ ഭാഗങ്ങളിലൂടെ നിങ്ങൾ നടന്നോളൂ. വക്കുലു മിൻ റിസ്ഖിഹി, ആ അള്ളാഹുവിൻ നൽകിയ ഭക്ഷണത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്തോളി. ഇലൈഹി, ആ അള്ളാഹുലേക്കാകുന്നു അന്നുഷൂർ നിങ്ങളുടെ മടക്കം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. എവിടുന്ന്? മിനൽ ഖുബൂരി ഖബറുകളിൽ നിന്ന്. എന്തിനു വേണ്ടി പുനർജീവിതം വരിക അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ്? ലിൽ ജസ ഈ പ്രതിഫലം സ്വീകരിക്കാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പാകമാക്കി തന്നു.
അത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയും നടക്കുകയും ചെയ്തോളി. അതിനുവേണ്ടി അള്ളാഹു നൽകിയ വിഭവങ്ങളെ നിങ്ങൾ ഉപയോഗിച്ചോളി. കുലൂ മിൻ റിസ്ഖി, അള്ളാഹുവിൻ്റെ റിസ്ക് ഭക്ഷിച്ചോളി പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയതെല്ലാം അതിൽ പെടുന്നതാണ് വിശാലാർത്ഥത്തിൽ. അപ്പോൾ അള്ളാഹു നൽകിയ വിഭവങ്ങൾ ഉപയോഗിച്ച് അള്ളാഹു നമുക്ക് പാകമാക്കി തന്ന ഭൂമിയിലൂടെ എല്ലാം ചെയ്ത് നിങ്ങൾ ജീവിച്ചോളി. ഇലഹി, ആ അള്ളാഹുലേക്കാകുന്നു അന്നുഷൂർ, നിങ്ങളുടെ മടക്കം, നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയാം. പുനർജീവിതത്തിലേക്കുള്ള മടക്ക പറയുന്നത് ഐ മിനൽ കുബൂരി, ഖബറുകളിൽ നിന്നുള്ള ആ ഉയർത്തെഴുന്നേൽപ്പ് അള്ളാഹുലേക്കാകുന്നു. എന്തിനു വേണ്ടി? ജസായി, പ്രതിഫലം സ്വീകരിക്കാൻ വേണ്ടി. അത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ്, പുനർജീവിതം ഉണ്ട് എന്നുള്ളത്, ഒരു നുഷൂറുണ്ട്. ആ നുഷൂർ എല്ലാവരും അവരുടെ ഖബറുകളിൽ നിന്ന് എണീക്കും. എണീറ്റ് പിന്നെ നേരെ അള്ളാഹു മഹ്ശറ ലോകത്തെ ഒരു തയ്യാറാക്കി വെച്ച് ആ മഹ്ശറ ലോകത്ത് ഒരുമിച്ച് കൂടും. അവിടെയാണ് യൗമുൽ ജസാ എന്നാണ്, പ്രതിഫലത്തിന്റെ ദിവസം അന്നാണ്. ആ പ്രതിഫലം നല്ലത് ചെയ്ത ആളുകൾക്ക് സ്വർഗം പ്രതിഫലമായി നൽകും, തിന്മ ചെയ്ത ആളുകൾക്ക് നരകം പ്രതിഫലമായി നൽകും. അപ്പൊ ആ ജസാഇന് വേണ്ടി നിങ്ങളുടെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് നിങ്ങളുടെ മടക്കം അള്ളാഹുവിലേക്കാകുന്നു. അതൊരു പ്രത്യേക കാര്യമാണ്. നമ്മളുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കേണ്ട, അല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിന്നാണ്. അതൊക്കെ എല്ലാ കണക്കുകളും ഈ ഭൂമിയിൽ വെച്ച് അവസാനിക്കുന്നില്ല. നാളെ പരലോകം വരാനുണ്ട്. ആ പരലോകത്ത് അള്ളാഹു വിചാരണ നടത്തും. ഹസീബ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒന്നാണ്, വിശേഷണങ്ങളിൽ. അവിടെ വിചാരണ നടത്തിയിട്ട് നന്മ ചെയ്ത ആളുകളെ സ്വർഗത്തിലേക്കും തിന്മ ചെയ്ത ആളുകളെ നരകത്തിലേക്കും വിടും. ആ സ്വർഗത്തിലേക്ക് പോവാനുള്ള പണികൾ, സ്വാലിഹായ കർമ്മങ്ങൾ, അമലുകൾ, അത് ഈ ഭൂമിയിൽ നിന്ന് ചെയ്യേണ്ടത്, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇലൈഹിൻ നുഷൂർ, നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്, അത് ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുള്ള മടക്കം അത് അള്ളാഹുവിലേക്കാകുന്നു. ഇലൈഹി പറഞ്ഞാൽ അള്ളാഹുവിലേക്കാകുന്നു, അവനിലേക്കാകുന്നു എന്നുള്ളത്. അത് നമ്മളെപ്പോഴും നിയന്ത്രിക്കേണ്ട ഒന്നാണ്. അള്ളാഹു ഇതൊക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, ഇതെല്ലാം നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നു. എന്നിട്ട് അത് ഉപയോഗിച്ച് ജീവിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടോ, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യ വിഭാഗത്തെയും ജിന്ന വിഭാഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണ്, മറ്റൊരു കാര്യത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇലൈഹിൻ നുഷൂർ, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള മടക്കം, അത് അള്ളാഹുവിലേക്കാകുന്നു. അവിടെ വിജയം വരിക്കാനുള്ള സൽക്കർമ്മങ്ങൾ അത് ഇവിടെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം, ഭൂമിയിലാകുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ആ ഓർമ്മയൊന്നുമില്ലാതെ ജീവിക്കുന്നവരോട് ചോദിക്കാണ്, ആ അമിൻതും, നിങ്ങൾ നിർഭയരാണോ, മൻ ഫിസ്സമായി, ആകാശലോകത്തിന്റെ മുഴുവൻ അധിപനായിരിക്കുന്ന, അധികാരങ്ങളും കയ്യിൽ വച്ചിരിക്കുന്ന അള്ളാഹുവിനെ തൊട്ട് നിങ്ങൾ നിർഭയമാണോ? എന്താ അള്ളാഹു ചെയ്യാൻ, അള്ളാഹു നിർഭയം? അൻ യഖ്സിഫ ബിക്കുമുൽ അർള, ഭൂമിയിൽ നിങ്ങളെ ആഴ്ത്തിക്കളയുന്നത്, ഭൂമിയിലേക്ക് താഴ്ത്തി കളയുന്നത് തൊട്ട് നിർഭയരാണോ? ഫൈദാഹിയ തൊമ്മൂർ, അന്നേരം അത് ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഭൂമി ഇപ്പം നിങ്ങൾക്ക് നിൽക്കുന്ന ഭൂമിയെ ഇപ്പം നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നു, അതിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നതാക്കി തന്നു. ഒരു സമയം ആ ഭൂമി നിങ്ങളെ വിഴുങ്ങിക്കളയുക, ആ ഭൂമിയുടെ ഉള്ളിലേക്ക് നിങ്ങളാണ് താഴ്ത്തു പോകുക, അല്ലെങ്കിൽ താഴെ കിടക്കുന്ന ഭൂമി നിങ്ങളുടെ മുകളിലേക്ക് ഇങ്ങോട്ട് വരിക എന്നതിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ എന്നുള്ളത്. ആകാശത്തിൻ്റെയും ഭൂമിയെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ഈ ഭൂമിയിലെ ഏത് ഭാഗം താഴ്ത്തണം, ഏത് ഭാഗം ഉയർത്തണം എന്ന് അള്ളാഹു ആലോചിക്കും പോലെ ചെയ്യാൻ, അള്ളാഹു ആഗ്രഹിക്കുന്നത് പോലെ തീരുമാനിക്കും പോലെ ചെയ്യാൻ കഴിവുള്ളവനാണ്. അങ്ങനെ ചെയ്യുമെന്നതിനെ തൊട്ട് നിങ്ങൾക്കൊക്കെ നിർഭയത്വമുണ്ടോ, ഭയമില്ലേ എന്നൊരു ചോദ്യമാണ്. അമിൻതും, നിങ്ങൾ നിർഭയരാണോ, മൻ ഫിസ്സമായി, ആകാശത്തിൻ്റെ മുഴുവൻ അധികാരങ്ങളുമുള്ള അള്ളാഹുവിൽ നിന്ന്. എന്തിനെ തൊട്ടപ്പോൾ നിർഭയരാണോ വെച്ചാൽ അയ്യഖ്സിഫ ബിക്കുമുൽ അർള, നിങ്ങളെ കൊണ്ട് ഭൂമിയെ പിന്നെ താഴ്ത്തിക്കളയുന്നതിൽ, ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയുന്നതിന് തൊട്ട് നിർഭയരാണോ? ഫൈദാഹി, അന്നേരം തമൂറു പറഞ്ഞു കഴിഞ്ഞാൽ അത് ശക്തമായി ചലിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പോൾ ഭൂമി അത് ഒന്നങ്ങോട്ട് ചലിച്ചിളകി കഴിഞ്ഞ് അതിൻ്റെ ഇടയിലേക്ക് നിങ്ങളത് താഴ്ന്നു പോകുക, ഏത് സമയവും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്നതിന് തൊട്ട് നിങ്ങൾ നിർഭയരാണോ എന്നൊരു ചോദ്യമാണ്. അമിൻതും,
അമിന എന്ന് പറഞ്ഞാൽ നിർഭയത്തിലായി എന്നാണ്. ആ അമിൻതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർഭയത്തിലാണോ എന്നാണ്. ആദ്യത്തെ ഹംസ ഇസ്തിഫാമിൻ്റെയാണ്, ആണോ എന്നുള്ള ചോദ്യമാണ്. രണ്ടാമത്തേത് ആ ഫീലിൽപ്പെട്ടതാണ്, അമിന എന്നുള്ള പദത്തിൽ നിന്ന്. അമിന നിർഭയനായി, ആ അമിൻതും നിങ്ങൾ നിർഭയത്തിലാണോ എന്ന് ചോദിക്കും. അപ്പോൾ രണ്ട് ഹംസ വന്ന സമയത്ത് തഫ്സീർ ജലാലൈനി കൂടുതൽ പഠിച്ചിരിക്കണമെന്നറിയാം. ഇങ്ങനത്തെ വരുന്ന സമയത്തൊക്കെ അവിടെ പറയലുണ്ട്, അവിടുത്തെ ഖിറാഅത്തുകൾ ഹംസ കൃത്യമായിട്ട് ഉച്ചരിച്ച് വരുന്നതുണ്ടാകും. പിന്നെ രണ്ടിൽ ഒരു ഹംസ കൃത്യമായിട്ട് ഉച്ചരിച്ച് മറ്റേതിനെ സിമ്പിളായിട്ട് ഉച്ചരിക്കുന്നതുണ്ടാകും. അല്ലെങ്കിൽ വ്യക്തമായി ഉച്ചരിക്കുന്നതിൻ്റെ ഇടയിൽ അലിഫ് ചേർത്ത് വരാറുണ്ട്, അലിഫ് ഒഴിവാക്കിയിട്ട് വരാറുണ്ട്, ഒരു ഹംസയെ അലിഫായി മറിച്ചിട്ട് വരാറുണ്ട്. അങ്ങനെ പല ഖിറാഅത്തുകളും അവിടെ വരാറുണ്ട്. അതവിടെ തഫ്സീർ ഉപയോഗിക്കാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ തഫ്സീറിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ആ അമിൻതും നിങ്ങൾ നിർഭയരാണോ. ഒന്നാമത്തെ ഇസ്തിഫാമിന്റെ ഹംസയാണ്, രണ്ടാമത്തേത് ഫീലുള്ളതാണ്. അവിടെ വന്ന ഒരു ഖിറാഅത്ത് ബി തഹ്ഖീഖിൽ ഹംസത്തൈനി, രണ്ട് ഹംസയെയും വ്യക്തമായിട്ട് ഉച്ചരിച്ചിട്ട്. വ തസ്ഹീൽ സാനിയത്തി, പിന്നെ മറ്റൊന്ന് രണ്ടാമത്തതിനെ സിമ്പിളായിട്ട് ഉച്ചരിച്ച്, ഒന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കുകയും മറ്റേത് സിമ്പിളായിട്ട് ഉച്ചരിച്ചിട്ടു. വ ഇദ്ഖാലി അൽഫിൻ ബൈനഹുമ, ആ രണ്ട് ഹംസയുടെയും ഇടയിൽ ഉച്ചാരണത്തിൽ ഒരു അലിഫിന്റെ ഖദർ അല്ലെങ്കിൽ ഒരു അലിഫ് ചേർത്ത് കൊടുത്തുകൊണ്ട്, കുറച്ച് സമയം സൗണ്ട് ചേർത്ത് കൊടുത്തുകൊണ്ട്, ഒരു അലിഫ് ചേർത്ത് കൊടുത്തുകൊണ്ട് ഉച്ചാരണമുണ്ട്. അലിഫിൻ ബൈനഹുമ വ ബൈനൽ ഉഖ്റ, ബൈനഹുമ ആ രണ്ട് ഹംസന്റെ ഇടയിലും മറ്റേ അതിന് ശേഷമുള്ള അതിന്റെ ഇടയിലും. വ തർക്കിഹി, അത് ഉപേക്ഷിച്ചിട്ടും. അങ്ങനെ അലിഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇബ്ദാലിഹ അലിഫൻ, അതിൽ അവ അവസാനത്തെ പിന്നെ ഹംസയെ അലിഫായി മറിച്ചിട്ടും ഉണ്ട്. അപ്പോൾ മൂന്ന് നാല് തരം കിറാത്തുകൾ വരും. രണ്ട് ഹംസകളും വ്യക്തമായി ഉച്ചരിച്ചിട്ട്, രണ്ടാമത്തതിനെ സിമ്പിളായിട്ട് ഉച്ചരിച്ചിട്ട്, പിന്നെ അലിഫ് ഇടയിൽ ചേർത്തിയിട്ടും ഒഴിവാക്കിയിട്ടും, പിന്നെ അവസാനത്തിൽ അലിഫ് ഹംസയെ അലിഫായി മറിച്ചുകൊണ്ടും കിറാത്ത് വരുന്നുണ്ട്. അപ്പൊ ആ അമിൻതും മംഫിസമായി, മംഫിസമാ എന്നാണ് ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻഫിസമായി സുൽത്താനുഹു വ ഖുദർത്തുഹു, അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതായത് ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആകാശത്ത് കയറിയിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. മൻഫിസമായി സുൽത്താനു, ആകാശത്തിന്റെ മുഴുവൻ അധികാരവും അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. വ ഖുദ്റത്തുഹു, അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന കഴിവും അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. ആ അങ്ങനത്തെ അള്ളാഹു നിങ്ങളെ ഭൂമിയിലേക്ക് താഴ്ത്തി കളയുന്നതിന് തൊട്ട് നിങ്ങൾ നിർഭയരാണോ. മൻഫിസമായി സുൽത്താനുഹു, ആകാശത്തിന്റെ മുഴുവൻ അധികാരങ്ങളും അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. വ ഖുദ്റത്തുഹു, കഴിവും അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. അങ്ങനത്തെ അള്ളാഹുവിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ എന്ന് ചോദിച്ചാൽ, ആ അള്ളാഹുവിനെ പേടിക്കുന്ന പല ഘടകങ്ങളുണ്ടാകും. അപ്പം അതുകൊണ്ട് എന്തിനെ പേടിക്കുക എന്ന് അവിടെ എടുത്ത് പറയാണ്, അൻ യഹ്സിഫ, ഹസ്ഫ് ചെയ്യാറിനാൽ ഭൂമിയിലേക്ക് താഴ്ത്തി കളയാന്നാണ്. ബിക്കും, നിങ്ങളെ കൊണ്ട് അല്ല, ഭൂമിയിലേക്ക് നിങ്ങളെ താഴ്ത്തി കളയുന്നതിന് തൊട്ട് നിങ്ങൾ നിർഭയരാണ്. അപ്പോൾ ഈ അയ്യഫ്സിഫ എന്നുള്ളത് ബദലും മിൻ മൻ, മൻഫിസമ എന്നുള്ള മന്നിൽ നിന്ന് ബദലായിട്ടാണ് അയ്യഫ്സിഫ വന്നിട്ടുള്ളത്. അപ്പം അത് ബദൽ ഗ്രാമറിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് എന്താണോ എന്നുള്ളത് അതിനൊന്നും കൂടി വ്യക്തമാക്കിയിട്ട് ശേഷം പറയുമ്പോഴാണ് പിന്നെ മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കും. അപ്പോൾ ആ പറഞ്ഞത് തന്നെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞതിനെ ഒന്നും വ്യക്തമാക്കിയിട്ട് എടുത്ത് പറയുമ്പോഴാണ് ബദൽ പറയാറുള്ളത്. ഗ്രാമാറ്റിക്കൽ അത് ഉദാഹരണങ്ങൾ വെച്ച് പഠിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് അയ്യഫ്സിഫ എന്നുള്ളത് മന്നിൻ്റെ ബദലായിട്ടാണ് എന്ന് പറഞ്ഞു. അതായത് അമിൻ, ഇവിടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ ഉദാഹരണത്തിൽ ആ അമിൻതു മംഫിസമ, ആകാശത്തിൻ്റെ അധികാരങ്ങളുള്ള ആ മൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്. അള്ളാഹുവിന് നിങ്ങൾക്ക് ഭയമില്ലേ എന്ന ചോദ്യം. അള്ളാഹുവിനെ ഭയമില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഏത് വിഷയത്തിൽ എന്നവിടെ അള്ളാഹുവിനെ ഭയമില്ല എന്ന്, അള്ളാഹു ഭൂമിയിലേക്ക് നിങ്ങളെ താഴ്ത്തിക്കളയുന്നത് ഭയമില്ലേ. അപ്പൊ അള്ളാഹുവിനെ ഭയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഭൂമിയിലേക്ക് നിങ്ങളെ താഴ്ത്തിക്കളയുന്നത് ഭയമില്ലേ. അയ്യസിഫ ബിക്കും, നിങ്ങളെ താഴ്ത്തിക്കളയൽ അല്ല ഭൂമിയിലേക്ക്, അത് നിങ്ങൾ ഭയക്കുന്നില്ലേ. അപ്പൊ ആദ്യം അള്ളാഹുവിനെ ഭയമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് അള്ളാഹു നിങ്ങളെ താഴ്ത്തിക്കളയൽ ഭയമില്ലേ എന്ന്. പതിലും മിൻ മൻ ഫൈദാഹിയ, അന്നേരം ആ ഭൂമി തമൂറു പറഞ്ഞാൽ തഹറക്കുബിക്കും, നിങ്ങളെ കൊണ്ട് ചലിക്കും. തെർത്തഫിയു ഫോക്കും, നിങ്ങളുടെ മുകളിലേക്ക് ഉയർന്നു വരും ചെയ്യും. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരു ഗ്യാപ്പിനുണ്ടായി അടി കിടക്കുന്ന മണ്ണ് നിങ്ങളുടെ മുകളിലേക്ക് ഉയർന്നു വന്നു. ആ മണ്ണ് നിങ്ങളുടെ മുകളിലേക്ക് ഉയർന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ പെട്ടുപോയി.
അപ്പോൾ അതുവരെ ഭൂമിയുടെ മുകളിലുള്ള ആളുകൾ ഭൂമിയുടെ ഉള്ളിൽ പെട്ടുപോയി. അതാണ് യഖ്സിഫ ബിക്കുമുൽ അർദ് എന്ന് പറഞ്ഞ ഭൂമി നിങ്ങളെ വിഴുങ്ങിക്കളയുക, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് നിങ്ങളെ താഴ്ത്തി കളയുക എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹു അങ്ങനെ താഴ്ത്തി കളയുന്നതിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ? അപ്പൊ ആദ്യത്തെ അർത്ഥം വെക്കണ അമിത്തു മംഫിസമായി, ആകാശത്തിന്റെ അധികാരങ്ങളുള്ള അള്ളാഹുവിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ? അതായത് അള്ളാഹു ഭൂമിയിലേക്ക് നിങ്ങളെ യഖ്സിഫ ബിക്കുമുൽ അർദ്, ഭൂമിയിലേക്ക് നിങ്ങളെ താഴ്ത്തി കളയുന്നതിനെ തൊട്ട് നിർഭയരാണോ? ഫൈദാഹിയ തൊമൂർ, അന്നേരം ആ ഭൂമി തത്തഹറക്കു നിങ്ങളെ കൊണ്ട് ശക്തമായിട്ട് ചലിക്കും. തൊമൂർ പറഞ്ഞാൽ ശക്തമായി ചലിക്കുക, തത്തഹറക്കു പറഞ്ഞാൽ ചലിക്കുക എന്നർത്ഥം. തത്തഹറക്കു ബിക്കും വത്തർത്തഫി ഫോക്കും, നിങ്ങളുടെ മുകളിലേക്ക് ഉയർന്നു വരിക. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഭൂമിയുടെ മുകളിൽ ഭൂമി നമ്മളുടെ താഴെയാണ്. ആ ഭൂമി ഒന്നിട്ട് ചലിച്ചുകൊണ്ട് നമ്മൾ ഭൂമിയുടെ ഇടയിലേക്കാണ് വീണ് ഭൂമി നമ്മളുടെ മുകളിലേക്കാണ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി മുകളിലും നമ്മൾ താഴെയായി, ഭൂമിയിലേക്ക് താഴ്ന്നു പോയി, ഭൂമിയുടെ അടിയിൽ പെട്ടുപോയി എന്നുള്ളത്. ഇപ്പോൾ മുമ്പൊക്കെ അത് പറയുമ്പോൾ ഉദാഹരണം പറയാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം, പലപ്പോഴും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് ഒരു മല ഒന്നാകെ ഇടിഞ്ഞു വന്നുകൊണ്ട് അടിയിലുള്ള ആളുകളുടെ മേലാണ് വന്നതോടുകൂടെ ആ പറഞ്ഞ ആളുകൾ അതുവരെ ഭൂമിയുടെ മേലെ ആയിരുന്നു, മല വന്ന് അവരുടെ മേലെ ആയതോടുകൂടെ എന്തായി മാറി, ആ ഭൂമി മേലെയും ആളുകൾ ഉള്ളിലും പെട്ടുപോയി എന്നുള്ള. പലപ്പോഴും അപകടങ്ങൾ സംഭവിച്ചിട്ട് ദിവസങ്ങളോളം മണ്ണ് മാന്തിയിട്ടാണ് പിന്നെ ആ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാറുള്ളത്. അള്ളാഹു ഒരാളെ അങ്ങോട്ട് താഴ്ത്തി കളഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ താഴ്ത്തി കളയുന്നതിന് തൊട്ട് നിങ്ങൾക്ക് പേടിയില്ലേ, നിങ്ങൾ നിർഭയത്തിലാണോ എന്ന് ചോദിക്കുകയാണ്. അവിടെ ഖിറാത്തിനെ കുറിച്ചാണ് ഖിറാത്തുകൾ വന്നിട്ടുള്ളത്, വ്യത്യസ്ത വജഹുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. തഹ്കീഖുൽ ഹംസത്തൈനി പറഞ്ഞ രണ്ട് ഹംസയെയും വ്യക്തമായി ഉച്ചരിച്ചിട്ട്, തസീൽ സാനിയത്തന്നെ രണ്ടാമത്തെ ഹംസയെ സിമ്പിളായിട്ട് ഉച്ചരിച്ചിട്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ അലിഫ് ചേർത്തിട്ട്, പിന്നെ അലിഫ് ഒഴിവാക്കിയിട്ട്, പിന്നെ രണ്ടാമത്തെ ഹംസയെ അലിഫായി മറിച്ചിട്ട്, അങ്ങനെ പല ഖിറാത്തുകളും അതിൽ വന്നിട്ടുണ്ട്. അമിൻതും, അതോ നിങ്ങൾ നിർഭയരായോ, മംഫിസമായി, ആകാശഭൂമിത്തിന്റെ മുഴുവൻ അധികാരങ്ങൾ കൈയാളുന്ന അള്ളാഹുവിനെ തൊട്ട്, അയ്യുർസില, എന്തിനെ തൊട്ട് നിർഭയരായോ, അയ്യുർസില അലൈക്കും ഹാസിബൻ, മഴ, ചരൽക്കല്ലുകൾക്കാണ് ഹാസിബ് എന്ന് പറയാറുള്ളത്. ആ ചരൽക്കല്ലുകളെ പേമാരിയായിട്ട് വലിയ മഴയായിട്ട് വർഷിപ്പിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ? ഫസത്താലമൂന, പിന്നീട് നിങ്ങൾ അറിയുന്നതാണ്, കൈഫ നദീർ, എൻ്റെ മുന്നറിയിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അമീൻത്തോടെ വ്യാഖ്യാനം, അമീൻതും മംഫിസമായി, ആകാശഭൂമിയുടെ അധികാരങ്ങളുള്ള അള്ളാഹുവിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ? അത് ഏത് വിഷയത്തിൽ? അയ്യുർസില അലൈക്കും, നേരത്തെ പുറമറി ബദല്. അള്ളാഹുവിനെ ഭയപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞതിൽ അള്ളാഹു ഭൂമിയിലേക്ക് നിങ്ങളെ താഴ്ത്തി കളയുന്നതിനെ തൊട്ട് നിർഭയരാണോ? അല്ലെങ്കിൽ താഴ്ത്തി കളയൊന്നും വേണ്ട, ഭൂമിയുടെ മുകളിലുള്ള നിങ്ങളുടെ മുകളിലേക്ക് ചരൽക്കല്ലുകളുടെ മഴ വർഷിപ്പിച്ചുകൊണ്ട് നിങ്ങളെ നശിപ്പിച്ച് കളയാൻ സാധിക്കും. അങ്ങനെ വരൂല എന്നുള്ളത് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? നിങ്ങൾ ഇത്ര നിർഭയത്വത്തോടെ കഴിയുന്നത് അതിനെ തൊട്ട് നിർഭയരാണോ എന്ന് ചോദിക്കുക. അയ്യുർസില, അയക്കാൻ, അത് ബദലും മിൻ മൻ, തൊട്ട് മുമ്പുള്ള മന്നിന്റെ ബദലായിട്ട്. അള്ളാഹുവിനെ തൊട്ട് നിർഭയരാണോ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു കൽമഴ വർഷിപ്പിക്കുന്നതിനെ തൊട്ട് നിർഭയരാണ്. അയ്യുർസില അലൈക്കും, നിങ്ങളുടെ മേൽ അയച്ചു തരുന്നതിനെ തൊട്ട്. ഹാസിബൻ, ചരൽക്കല്ലുകൾ എന്നാണ്. അതായത് അവിടെ റീഹൻ തർമീക്കും ബിൽ ഹസ്ബായി, ചരൽക്കല്ലുകളെ നിങ്ങളുടെ മുകളിലേക്ക് എറിയുന്ന ശക്തമായ കാറ്റ് നിങ്ങളിലേക്ക് അയക്കുന്നതിനെ തൊട്ട് നിർഭയരാണോ? റീഹ എന്ന് പറഞ്ഞ കാറ്റ്, തെർമീക്കും, ആ കാറ്റ് നിങ്ങളുടെ മേൽ എറിയുന്നതാണ് ബിൽ ഹസ്ബ, ഈ ചിരൽക്കല്ലുകളെ, ചെറിയ കല്ലുകളെ എന്നുള്ളത്. അതൊക്കെ പിന്നെ വിദൂരത്തല്ല. മുമ്പ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൗമിനെ അള്ളാഹു ശിക്ഷിച്ച സമയത്ത് അവരുടെ മേലിൽ സിജ്ജിയിൽ നിന്നുള്ള കല്ലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? എറിഞ്ഞിട്ടുണ്ട്. ഓരോ പക്ഷികൾ, അതേപോലെ അസ്ഹാബിൽ ഫീൽ, പിന്നെ ആനപ്പടയുമായിട്ട് കഅബ തകർക്കാൻ വന്നവരുടെ ചരിത്രം പറയുന്നിടത്ത് അവരുടെ സംഭവത്തിൽ പിന്നെ തെർമീഹിൻ ബിഹിജാറത്തിൻ മിൻ സിജീൽ, സിജീലിൽ നിന്നുള്ള കല്ലുകളെ കൊണ്ട് പക്ഷികൾ വന്ന് അവരെ എറിഞ്ഞു എന്നുള്ളതാണ്. ആ കല്ലുകൾ കൊണ്ട ആളുകളൊക്കെ അപ്പം തന്നെ അവിടെ വീണ് മരണപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൗമിന് ഏറ് കിട്ടിയിട്ടുണ്ട്. കഅബാലയം തകർക്കാൻ വന്ന ആനപ്പടയുടെ ആളുകൾക്ക് ഏറ് കിട്ടിയിട്ടുണ്ട്. എന്നതുപോലെ ഇനി നിങ്ങൾക്ക് കിട്ടൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ എന്ന് ചോദിക്കും. അമിൻതും, നിങ്ങൾ നിർഭയരാണോ? മംഫിസമായി,
ആകാശത്തിൻ്റെ അധികാരങ്ങളുള്ള അള്ളാഹുവിനെ തൊട്ട് എന്ത് വിഷയത്തിൽ നിർഭയം യുർസില അലൈക്കും നിങ്ങളുടെ മേൽ അയച്ചു തരുന്നതിനെ തൊട്ട് ഹാസിബൻ ചെലൽക്കല്ലുകളെ റീഹൻ തെർമീക്കും ബിൽ ഹസ്ബ ഈ ചെലൽക്കല്ലുകളെ കൊണ്ട് നിങ്ങൾ എറിയുന്ന കാറ്റുകൾ അത് നിങ്ങൾക്ക് വരൂല എന്നുള്ള ഉറപ്പുണ്ടോ? നിങ്ങൾ നിർഭയരാണോ? ഫസത്താലമുൻ പിന്നീട് നിങ്ങൾ അറിയുന്നതാണ്. എപ്പോ? ഇന്ത മുആയനത്തിൽ അദാബി. മുആയനത്ത് പറഞ്ഞാൽ നേരെ കണ്ണുകൊണ്ട് കാണുക എന്നർത്ഥം. അല്ല അദാബി ശിക്ഷയെ നേർക്കുനേർ നിങ്ങൾ കാണുന്ന സമയത്ത്, ശിക്ഷയെ നേർക്കുനേർ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ അറിയുന്നതാണ്. കൈഫ നദീർ എൻ്റെ മുന്നറിയിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു. കൈഫ നദീർ എന്നവിടെ വ്യാഖ്യാനം കൊടുക്കുന്നത് ഇൻദാരി ബിൽ അദാബി, അദാബ് കൊണ്ടുള്ള എൻ്റെ മുന്നറിയിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നുള്ള ചോദ്യം അപ്പം നിങ്ങൾ അറിയുന്ന പറഞ്ഞാൽ അന്നഹു ഹക്കുൻ അത് സത്യമാണ് എന്നുള്ള വിഷയം അപ്പം നിങ്ങൾ തിരിച്ചറിയുന്നതാണ്. അപ്പൊ ഇന്ദാരി എൻ്റെ മുന്നറിയിപ്പ് ബിൽ അദാബി അദാബ് കൊണ്ടുള്ള എൻ്റെ മുന്നറിയിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അന്നഹു ഹക്കുൻ അത് സത്യമാണ് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്, അപ്പം നിങ്ങൾ അറിയുന്നതാണ്. ഫസത്തഅലമൂന പിന്നീട് നിങ്ങൾ അറിയുന്നതാണ്. ഇന്ത മുആയനത്തിൽ അദാബി ശിക്ഷയെ നേർക്കുനേർ കാണുന്ന സമയത്ത് കൈഫ നദീർ എൻ്റെ മുന്നറിയിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, അത് സത്യമായിരുന്നില്ലേ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതാണ്. ഇൻദാരി ബിൽ അദാബി ശിക്ഷ കൊണ്ടുള്ള മുന്നറിയിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു. അന്നഹു ഹക്കുൻ അത് യാഥാർത്ഥ്യമാണ് എന്നറിയും എന്നുള്ളത്. ഇത് നമുക്ക് ഇട്ടുതരുന്ന ചിന്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു അശ്രദ്ധയിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. നമ്മൾ അള്ളാഹു എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയത് നമ്മളെ അശ്രദ്ധയിലേക്കാണ് വിട്ടത്. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ ശിക്ഷ വരാം. അതേസമയം ശരിക്കും നമ്മൾ ആ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈമാന് തന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലാണ് കഴിയുന്നത്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് എന്നുള്ളൊരു ശാന്തതയിൽ പെട്ടുകൊണ്ട് ഈമാന് വർദ്ധിക്കാണ് വേണ്ടത്. അതേസമയം പലപ്പോഴും നമ്മൾ അതിനെ തൊട്ടൊക്കെ അശ്രദ്ധരായിട്ട് നമ്മൾ ശ്രദ്ധ കുറഞ്ഞു പോവലാണ്, സുരക്ഷിതത്വത്തിലാണ് എന്നുള്ള ബോധമാണ് വരാറുള്ളത്. ഇനി ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിന് തൊട്ട് മറ്റേ നിർഭയത്വത്തിലാണോ എന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ പറയാണ് മുമ്പ് പല ആളുകൾക്കും അള്ളാഹുവിന്റെ ശിക്ഷ വന്നിട്ടുണ്ട്. അള്ളാഹു അവരെ എതിർത്തതിനെ തിരിച്ച് എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചത് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ. വലക്കത് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ പല സമൂഹങ്ങളും അള്ളാഹുവിനെ കളവാക്കിയിരിക്കുന്നു. വലക്കത് കദ്ദബ കളവാക്കിയിരിക്കുന്നു അല്ലദീന മിൻ ഖബ്ലിഹിം മുമ്പ് ജീവിച്ചു പോയ ആളുകൾ. മിനൽ ഉമമി സമുദായങ്ങളിൽ നിന്ന് മുമ്പ് പല സമുദായങ്ങളും ജീവിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഫിർഔനും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഒരു സമൂഹം ജീവിച്ചു പോയിട്ടുണ്ട്. ഇത് മറ്റു നബിമാരുടെ സമൂഹം ജീവിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് നബിമാരുടെ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ അവർ കളവാക്കി. ഫക്കൈഫ കാന നക്കീർ എങ്ങനെയായിരുന്നു എൻ്റെ നക്കീർ എന്നുള്ളത്. അതായത് ഫക്കൈഫ കാന ഇൻകാരി അലൈഹിം ബിത്തക്ദീബി എന്ത ഇഹ്ലാക്കിയും അവരെ നശിപ്പിച്ച് കളയുന്ന സമയത്ത് അവരെ കളവാക്കിയതിനുള്ള അവരോട് ഞാൻ കാണിച്ച പ്രതിഷേധം അതെങ്ങനെ ഉണ്ടായിരുന്നു. നക്കീർ എന്ന് പറഞ്ഞാൽ പ്രതിഷേധം നടത്താം. ഫക്കൈഫ കാന നക്കീർ അവർക്ക് കൊടുത്ത അവരോട് നാം കാണിച്ചത് ആ പ്രതിഷേധം അതെങ്ങനെ ഉണ്ടായിരുന്നു. ഫക്കൈഫ കാന ഇൻകാരി അലൈഹിം അവരോടുള്ള പ്രതിഷേധം എങ്ങനെയായിരുന്നു. ബിത്തക്ദീബി കളവാക്കൽ കൊണ്ട് അവർക്ക് നാം കൊടുത്തത്. എപ്പോൾ കൊടുത്തത്? ഇന്ത ഹിലാക്കിയും അവരെ നശിപ്പിക്കുന്ന സമയത്ത്. അതെങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അന്നഹു ഹക്കുൻ എൻ്റെ മുന്നറിയിപ്പൊക്കെ യാഥാർത്ഥ്യമാണ്. എൻ്റെ മുന്നറിയിപ്പൊക്കെ യാഥാർത്ഥ്യമാണ്. നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഓരോ ടീമിനെയും ഓരോ വിധത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം അള്ളാഹു ഇപ്പം ഈ നമ്മളോടും പറയുന്നത് അള്ളാഹുവിന് വഴിപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് പാത്രമാകേണ്ടി വരും. ആ അള്ളാഹുവിൻ്റെ ശിക്ഷ മുമ്പ് കഴിഞ്ഞ സമൂഹത്തിന് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾക്കും കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുഫസ്സിർ ആ ഭാഗത്ത് എടുത്തു വെക്കുന്നുണ്ട്. അള്ളാഹു പിന്നെ പാപം ചെയ്ത പല സമൂഹങ്ങളെയും പിടികൂടിയിട്ടുണ്ട്. അതിൽ ഹാസിബ് കല്ലെറിഞ്ഞ് നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൗമിനൊക്കെ എറിഞ്ഞുകൊണ്ട് തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ അട്ടഹാസം പിടികൂടി ഒറ്റടിക്ക് മരിച്ചു വീഴുന്ന സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട്.
ആ കൂട്ടത്തിൽ തന്നെ ഭൂമി വിഴുങ്ങി പോയിട്ടുണ്ട്. ഒരു സമൂഹത്തെ ഒരു കാറൂൻ്റെ സമ്പത്തിനെയും ഭൂമിയിലേക്കാണ് വീഴ്ത്തിക്കളയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. ആ കൂട്ടത്തിൽ പിന്നെ നദിയിൽ മുക്കി അള്ളാഹു വധിച്ച് കളഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് അവൻ്റെ ടീമിനെ അവിടുന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരുപോലെ എന്നുള്ളതല്ല. ഓരോ സമൂഹത്തിനും മുമ്പ് പല സമൂഹങ്ങളും നിഷേധിച്ചിട്ടുണ്ട്. ആ പല സമൂഹങ്ങളെയും അള്ളാഹു അവരെ കളവാക്കിയത് കൊണ്ടുള്ള ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും അള്ളാഹു ശിക്ഷിച്ചത് ഓരോ വഴിയിലാണ് എന്നുള്ളത്. ഇതൊക്കെ അവരെ കുറിച്ച് പറയാനുള്ളത്, അള്ളാഹു അവരെ ശിക്ഷിച്ചതല്ല, പകരം അവർ സ്വയം ശിക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ തെറ്റുകൾ ചെയ്തു വെച്ചു. അവർ സ്വന്തം ശരീരത്തെ തിന്മയിലേക്കും ശിക്ഷയിലേക്കും കൊണ്ടുപോയിടുകയാണ് ചെയ്തത്. തിന്മയിലേക്കിട്ടു, അതുവഴി ശിക്ഷയിലേക്ക് കൊണ്ടുപോയിടുകയാണ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ വലക്കത് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ള ആളുകൾ കളവാക്കിയിട്ടുണ്ട്. ഫക്കൈഫ കാന നക്കീർ, അവരോട് കാണിച്ച നക്കീർ, അതായത് പ്രതിഷേധം എങ്ങനെയായിരുന്നു എന്നുള്ളത്, അവർക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇനി അള്ളാഹു ഇപ്പോൾ ഈ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം, ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ശിക്ഷ വരുന്നത് തൊട്ട് നിർഭയരാണോ? അല്ലെങ്കിൽ ഭൂമിയിൽ കിട്ടാത്തതിന് ശിക്ഷ നാളെ പരലോകത്ത് കിട്ടും, മുമ്പുള്ള പല സമൂഹത്തിനും ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടി, ഇനി അല്ലെങ്കിൽ പരലോകത്ത് വെച്ചും, അതൊക്കെ നിർഭയരാണോ എന്ന് ചോദിച്ചിട്ട് ആ അള്ളാഹുവിനെ കഴിവിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട്, അള്ളാഹു നമുക്ക് നിത്യജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് സൂചിപ്പിച്ച അള്ളാഹുവിൻ്റെ കഴിവിനെ ബോധ്യപ്പെടുത്തിയതാണ്. അവലയ്യറോ, അവർ നോക്കുന്നില്ല ഇലത്തൊരി പക്ഷികളിലേക്ക്, അവർ കാണുന്നില്ല ഇലത്തൊരി പക്ഷികളിലേക്ക്, ഫൗഖഹും അവർക്ക് മുകളിലൂടെ, സ്വാഫാത്തിൻ ചിറകുകൾ പരത്തി പിടിച്ചതായിട്ട്, വയക്കബിന ചിറകുകൾ കൂട്ടി പിടിച്ചതായിട്ടും പറവകൾ ഇങ്ങനെ പറന്നു പോകുന്നത് അവർ കാണുന്നില്ല, പക്ഷികൾ പറന്നു പോകുന്നത് കാണുന്നില്ലേ? മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, അള്ളാഹു അല്ലാതെ മറ്റൊരാളും അവരെ പിടിച്ചു നിർത്തുന്നില്ല, ഇംസാക്ക് ചെയ്യുന്നില്ല. ഇന്നഹു ബിക്കുല്ലി ഷൈഇൻ ബസീർ, അള്ളാഹു എല്ലാം കാണുന്നവനാകുന്നു. അവലം യറോ, ഐ അതവിടെ യൻദുറു, അവർ നോക്കുന്നില്ലേന്ന. റഅ കണ്ടു, യറ കാണും എന്നാണ്. പക്ഷെ ഇവിടെ നോക്കുക എന്നത് അർത്ഥത്തിലായതുകൊണ്ട് അവിടെ തഫ്സീർ ജലാലൈനെ കൊടുത്തുള്ള യൻദുറു, അവലം യറോ, അവർ നോക്കുന്നില്ലേ എന്നുള്ള അർത്ഥത്തിൽ. യൻദുറു നോക്കുന്നില്ലേ, നദറ യൻദുറു നോക്കുക എന്ന്. അവലം യറോ ഐ യൻദുറു നോക്കുന്നില്ലേ, ഇലത്തൊയിരി പക്ഷികളിലേക്ക്, ഫൗഖഹും അവർക്ക് മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷികളിലേക്ക് നോക്കുന്നില്ലേ, ഫിൽ ഹവാഇ വായുവിലൂടെ, ഹവ എന്ന് പറഞ്ഞ വായു, വായുവിലൂടെ അവർക്ക് മുകളിലൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ. സ്വാഫാത്തിൻ, സ്വാഫാത്തിൻ എന്ന് പറഞ്ഞ വ്യാഖ്യാനം ബാസിത്താത്തിൻ അജ്നിഹത്തുഹുന്ന, അജ്നിഹത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകുകൾ എന്നാണ്. ചിറകുകൾ പരത്തി പിടിച്ചതായിട്ട്, ബാസിത്താത്തിൻ അജ്നിഹത്തുഹുന്ന, ചിറകുകൾ പരത്തി പിടിച്ചതായിട്ട്. പിന്നെ ജനാഹ് അതിൻ്റെ ജമ്മാണ് അജ്നിഹത്ത്, അതാണ് ചിറകുകൾ. ചിറകുകൾ പരത്തി പിടിച്ചതായിട്ട് അവരുടെ മുകളിലൂടെ പാറിപ്പോകുന്ന പറവകളെ അവർ കാണുന്നില്ലേ. വയക്ബിദുന, അവർ തന്നെ അജ്നിഹത്തഹുന്ന, ചിറകുകളെ കൂട്ടിപ്പിടിക്കുന്നുണ്ട്. ബാദൽ ബസ്തി, പരത്തിയതിന് ശേഷം, ഐ വക്കാബിലാത്തിൻ, ചേർത്തി പിടിച്ചവരായിട്ട്. അപ്പോൾ പരത്തി പിടിക്കുകയും ചേർത്തി പിടിക്കുകയും ചെയ്തതായിട്ട് പക്ഷികൾ അവരുടെ മുകളിലൂടെ പറന്ന് അന്തരീക്ഷത്തിലൂടെ വായുവിലൂടെ പറന്നു പോകുന്നവർ കാണുന്നില്ലേ. മായും സിക്കുഹുന്ന അനിൽ വുഖൂഇ ഫി ഹാലിൽ ബസ്തി വൽ ഖബ്ദ്, പരത്തി പിടിക്കുന്ന അവസ്ഥയിലും ചേർത്ത് പിടിക്കുന്ന അവസ്ഥയിലും നിലത്ത് വീഴുന്നതിനെ തൊട്ട് അതിനെ പിടിച്ചു നിർത്തുന്നില്ല, ഇല്ല റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹു അല്ലാതെ. മായും സിക്കുഹുന്ന പറഞ്ഞാൽ പിടിച്ചു നിർത്തുന്നില്ല എന്നാണ്. അവിടെ എന്തിനെ തൊട്ട് പിടിച്ചു നിർത്തുക? അനിൽ വുഖൂഇ, വീണു പോകുന്നതിനെ തൊട്ട്. ഫി ഹാലിൽ ബസ്തി, ചിറകുകൾ പരത്തി പിടിച്ച സമയത്തും, വൽ കബിളിച്ചു കൂട്ടിപ്പിടിച്ച സമയത്തും. ബസ്ത് പറഞ്ഞാൽ പരത്തി പിടിക്കുക, കബിള് പറഞ്ഞാൽ കൂട്ടിപ്പിടിക്കുക. അപ്പോൾ ചിറകുകൾ കൂട്ടിപ്പിടിക്കുന്ന സമയത്തും ചിറകുകൾ പരത്തി പിടിക്കുന്ന സമയത്തും വീഴാതെ ഇതിനെ പിടിച്ചു നിർത്തുന്നില്ല. ആരല്ലാതെ? ഇല്ല റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹു അല്ലാതെ. അള്ളാഹു പിടിച്ചു നിർത്തുക ബി ഖുദ്റത്തിഹി, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട്. അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് ഇതൊന്നും താഴെ വീഴാതെ അള്ളാഹു പിടിച്ചു നിർത്തുകയാണ്. ആ പിടിച്ചു നിർത്തുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല. ഇന്നഹു, തീർച്ചയായിട്ടും അള്ളാഹു തആല,
ബികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെ കൊണ്ടും ബസീർ, കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് എന്ന്. അൽ മാന, അർത്ഥമാണ് അലം യസ്തദില്ലു, അവർ തെളിവ് പിടിക്കുന്നില്ലേ, ബി സുബൂതി ത്വയ്രി ഫിൽ ഹവായി, വായുവിൽ പക്ഷികൾ ഉറച്ചു നിൽക്കുന്നുണ്ട്, അലാ, അതിൻ്റെ മേൽ അതുകൊണ്ട് അവർ തെളിവ് പിടിക്കുന്നില്ല, ഏത് കാര്യത്തിൻ്റെ മേൽ, അലാ ഖുദ്റത്തിന, നമ്മളുടെ കഴിവിൻ്റെ മേൽ, അന്നഫ് അല, എന്തിന് തെളിവ് പിടിക്കാൻ, നഫ് അല ബിഹിം മാ തഖദ്ദമ വഗൈറുഹു മിനൽ അദാബ്, മുൻ പറഞ്ഞ ശിക്ഷകളും അതല്ലാത്ത ശിക്ഷകളും അവർക്ക് നൽകാൻ കഴിവുള്ളവനാണ് നാം എന്നുള്ളതിൻ്റെ മേൽ, അത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കഴിവിൻ്റെ മേൽ അവർക്ക് തെളിവ് പിടിച്ചൂടെ എന്ന്. അപ്പോൾ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ചിറകുകൾ പരത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ സേഫായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പക്ഷികൾ, അതേസമയം കുറേ ചിറകടിച്ചതിന് ശേഷം കൂട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറന്നു പോകുന്ന പക്ഷികൾ, ഇതൊക്കെ കാണുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ അതിനെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ അള്ളാഹുവിന് അലം യസ്തദില്ലു, അവർക്ക് തെളിവ് പിടിച്ചുകൂടെ, ബിസുബൂത്തി ത്വയ്രിഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ പക്ഷിയെ അള്ളാഹു താഴെ വീഴാതെ ഉറപ്പിച്ചു നിർത്തുന്നുണ്ട്, അതിൻ്റെ മേൽ അവർക്ക് തെളിവ് പിടിച്ചൂടെ, എന്തിൻ്റെ മേൽ, അല ഖുദ്റത്തിന അന്നഫ് അലബിഹിം, അല ഖുദ്റത്തിന, നമ്മളുടെ കഴിവിൻ്റെ മേൽ, അന്നഫ് അലബിഹിം, അവരെ കൊണ്ട് ചെയ്യൽ, പ്രവർത്തിക്കൽ, മാ തഖദ്ദമ വഗൈറുഹു മിനൽ അദാബി, ശിക്ഷയിൽ നിന്ന് മുൻപ് പറഞ്ഞതും അല്ലാത്തതും. ഇപ്പൊ മുമ്പ് പറഞ്ഞത് ഭൂമി നിങ്ങളിലേക്ക് താഴ്ത്തി കളയാൻ അള്ളാഹുവിന് സാധിക്കൂലേ, ഈ പക്ഷികളെ പിടിച്ച് സഞ്ചരിപ്പിക്കുന്ന അള്ളാഹുവിന്, പറത്തുന്ന അള്ളാഹുവിന് അത് സാധിക്കുന്നറിയാം. അല്ലെങ്കിൽ ശക്തമായി കാറ്റടിച്ചിട്ട് ചരൽക്കല്ലുകളൊക്കെ പേമാരിയായിട്ട് മേത്തുകൂടെ വീഴുന്നതിന് തൊട്ട് നിർഭയത്തല്ല. കാരണം ഈ പക്ഷികളെ പിന്നെ ചിറക് കൂട്ടിപ്പിടിച്ച സമയത്തും പരത്തിപ്പിടിച്ച സമയത്തൊക്കെ താഴെ വീഴാതെ നിർത്തുന്ന അള്ളാഹുവിന് ആ കാര്യങ്ങളെല്ലാം സാധിക്കും എന്നവർക്ക് മനസ്സിലാക്കിക്കൂടെ, തെളിവ് പിടിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അവലഞ്ഞറോ, അവർ നോക്കുന്നില്ല, ഇലത്തൊയിരി, പക്ഷികളിലേക്ക്, ഫോക്കഹും, അവർക്ക് മുകളിൽ, സ്വാഫാത്തിൻ വയക്കബിദന, ചിറകുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടും പരത്തിപ്പിടിച്ചുകൊണ്ടും, ഇവകളെല്ലാം യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, അള്ളാഹു അല്ലാതെ മറ്റാരും പിടിച്ചു നിർത്തുന്നില്ല, കാരുണ്യവാനായ അള്ളാഹുവാണ് ഇവരെല്ലാം പിടിച്ചു നിർത്തുന്നത്. ഇന്നഹു, തീർച്ചയായിട്ടും അള്ളാഹു താല, ബിക്കുല്ലി ഷൈഇൻ ബസീർ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ബസീർ എന്ന് പറഞ്ഞാൽ കാണുന്നവൻ, എല്ലാം കാണുന്നവനാണ്. അള്ളാഹു നേരത്തെ പറഞ്ഞത് ഖബീർ, എല്ലാം അറിയുന്നവനാണ് എന്ന് പറഞ്ഞു. ഇവിടെ ബസീർ, എല്ലാം കാണുന്നവനാണ് എന്ന് പറഞ്ഞു. ശരിക്ക് ഈ ആയത്ത്, ഈ ഒരായത്ത് തന്നെ പിന്നെ അതിൻ്റെ ഏറ്റവും സിമ്പിളായ ഒരു വ്യാഖ്യാനാണ് തഫ്സീർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരായത്താണിത്. ചെറിയ ഒരു കാര്യത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ഒരു ചെറുതെന്നല്ല ചോദിക്കുന്നത്, പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. അത് ആ ആയത്ത് പോയിട്ട് അവസാനിക്കുന്നത് അള്ളാഹു എല്ലാം, ബിക്കുല്ലി ഷൈൻ, എല്ലാ വസ്തുവിനെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. എന്തുകൊണ്ടായിരിക്കും അള്ളാഹു ഇങ്ങനെ എല്ലാം കാണുന്നു എന്ന് പറഞ്ഞത്? ഈ ലോകത്ത് ഏതെല്ലാം തലങ്ങളിൽ പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും നമ്മൾ സാധാരണ ഇപ്പോൾ മുകളിലൂടെ പറക്കുക എന്ന് പറയുമ്പോൾ ചെറിയ പാറലുകൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ശരിക്ക് പക്ഷികളുടെ ലോകത്തേക്കാണ് കടന്നു കഴിഞ്ഞാൽ വലിയൊരു ലോകമുണ്ട്, ദേശാടന പക്ഷികൾ എന്ന് പറയാം. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറന്നു പോകുന്ന പക്ഷികളുണ്ട്. ഏ, ഒരു നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ചെറിയ നാട്, തൊട്ടടുത്ത നാട് എന്നൊന്നുമില്ല, ഈ ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് കേരളത്തിൻ്റെ തീരത്തേക്ക് വരുന്ന ദേശാടന പക്ഷികളുണ്ട്. ഒരു സമയം കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ തീരത്തുനിന്നും അഫ്ഗാന്റെ ഭാഗത്തേക്കാണ്. 10,000-3000 കിലോമീറ്ററുകൾ പറന്നു പോകുന്ന ദേശാടന പക്ഷികൾ, അവർ വഴി തെറ്റാതെ അവരെ ആ പുറപ്പെട്ട ലക്ഷ്യത്തിൽ നിന്നും എവിടേക്കാണോ പുറപ്പെട്ടത് അവിടേക്ക് എത്തിക്കുന്ന അള്ളാഹു, ഇതിന് മാർഗനിർദ്ദേശം നൽകുന്നവൻ ആരാണ്? ഈ മായുംസിക്കുന്നാറ പിടിച്ചു നിൽക്കുക എന്ന് മാത്രമല്ല, അതിന് വഴി തെറ്റാതെ എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളത് അറിയിച്ചു കൊടുക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. കാരണം ഇന്നഹു ബി കുല്ലി ഷൈഇൻ ബസീർ എന്നാണ്, ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് നമ്മളുടെ നാട്ടിലേക്ക് പുറപ്പെട്ട പക്ഷികൾ അള്ളാഹു കാണുന്നുണ്ട്, ഇവിടെ എത്തിക്കുന്നുണ്ട്. ഇവിടുന്ന്
മറ്റൊരു രാജ്യത്തേക്ക് പുറപ്പെടുന്ന സീസണിൽ തണുപ്പുണ്ടാകുന്ന ചൂടുണ്ടാകുന്ന ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന പറവകൾ, അതൊരു ലോകമാണ്. അതിന് ദേശാടന പക്ഷികളെക്കുറിച്ച് പുസ്തകം അല്ലെങ്കിൽ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് വായിക്കുകയോ ചെയ്താലും അറിയും, അത് വലിയൊരു ലോകമാണ്. അപ്പോൾ ആ ഒരു ഇത്രയും ദൂരം ഒരു ഡിഗ്രി എങ്ങാനും പുറപ്പെട്ടു തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലേക്ക് എത്തേണ്ടത് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് എത്തിപ്പോയിട്ടുണ്ടാകും. ചിലപ്പോൾ ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ അപ്പുറത്തൊക്കെ എത്തിപ്പോയിട്ടുണ്ടാകും. അതില്ലാതെ ഇതിനെ കൃത്യമായിട്ട് ഇവിടെ എത്തിച്ചത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവാണ് അതിന് ദിശയും വഴിയും അറിയിച്ചു കൊടുത്തത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു സംരക്ഷണം പക്ഷികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ആ, അങ്ങനത്തെ പക്ഷികളെക്കുറിച്ച് ഈ ആയത്തൊന്നുകൂടി നോക്കുകയാണെങ്കിൽ അതിൻ്റെ പറക്കുന്ന ശൈലികൾ, രൂപങ്ങൾ, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പറക്കലുകൾ, അതൊക്കെ വലിയൊരു അത്ഭുതമാണ്. മനുഷ്യന്മാരത് കണ്ടുപിടിച്ച് പിന്നെ പക്ഷിയുടെ രൂപത്തിൽ ഫ്ലൈറ്റുകൾ സെറ്റ് ചെയ്ത് എത്രയോ ഭാരമുള്ള ഫ്ലൈറ്റുകൾ ഇന്ന് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ എഞ്ചിനുകൾ 2 എഞ്ചിന് വെച്ച് ഓടുന്നുണ്ട്. അതേസമയം പക്ഷികളെ ചേർത്ത് നോക്കുന്ന സമയത്ത് നമ്മളുടെ ആ എഞ്ചിനീയറിംഗ് ഒക്കെ വളരെ ചെറുതാണ്. കാരണം ഇങ്ങനെ ദേശാടനം നടത്തുന്ന പക്ഷികൾ ഒരു സമയം കഴിയുമ്പോൾ ബോഡി ചൂടായി പോകുന്നില്ല. അതിന് ഹീറ്റാകാതിരിക്കാനുള്ള സംവിധാനം അള്ളാഹു പക്ഷികളുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഇന്നത്തെ ഫ്ലൈറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര മണിക്കൂർ പറന്നു എന്നുള്ളത് റെക്കോർഡിട്ട ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. അതിനേക്കാളൊക്കെ കൂടുതൽ പക്ഷികൾ പറക്കുന്നുണ്ട്. അപ്പോൾ ഇത് വല്ലാത്തൊരു ലോകമാണ് പക്ഷികളുടെ ലോകം. ആ പക്ഷികളുടെ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്, പിന്നെ ആ പക്ഷികൾക്ക് അള്ളാഹു ദിശ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നൽകിയ അള്ളാഹുവിന് നിങ്ങളെ ഒന്ന് ശിക്ഷിക്കുക എന്നുള്ളത്, നിങ്ങളെ ഒരു മുന്നറിയിപ്പ് നൽകിയ രീതിയിൽ ശിക്ഷിക്കുക എന്നുള്ളത് പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ആയത്തിൽ തന്നെ പക്ഷികളുടെ ദേശാടന പക്ഷികളും അവരുടെ ശാസ്ത്രവും അതിൻ്റെ പറക്കലുകളും അതുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയ എൻജിനീയറിംഗ് ഒക്കെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട, എത്തിപ്പെട്ട അള്ളാഹുവിൻ്റെ കഴിവ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് അള്ളാഹു തന്നെ എന്താണ്, എന്തിനാണ് അവലൻ യറോ, നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ചോദിച്ചത്? അത് നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് പക്ഷികൾക്ക് ഇതിപ്പോൾ ഈ ആയത്ത് അവസാനിക്കുന്നത് ബിക്കുല്ലി ഷൈഇൻ ബസീർ എന്നാണ്. ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെ നോട്ടത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പക്ഷിയും ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് ദേശാടനം നടത്തുന്നുണ്ടെങ്കിൽ പുറപ്പെട്ടത് മുതൽ അതുദ്ദേശിച്ച നാട്ടിലെത്തുന്നത് വരെ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്നതും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിനൊക്കെ അള്ളാഹുവാണ്. അത് നിങ്ങൾ കാണുന്നില്ലേ എന്നുകൂടിയാണ് ഈ ആയത്തിലൂടെ ചോദിച്ചത്. അങ്ങനത്തെ അള്ളാഹു, നേരത്തെ പറഞ്ഞ മംഫിസമാർ, ആകാശഭൂമികളുടെ മുഴുവൻ നിയന്ത്രണങ്ങളുമുള്ള അധികാരങ്ങളുള്ള അള്ളാഹു, അതിനെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എന്ന് പറയാം. ആ അള്ളാഹുവിനെയാണ് ആരാധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ നിങ്ങളുടെ മുമ്പിലുള്ള പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്നുകൂടിയാണ് ഈ ആയത്തിലൂടെ ചോദിക്കുന്നത്. ഇനി 20-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അള്ളാഹു നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്വീകരിക്കുമാണ്.